കഴിഞ്ഞ 2 വോള്യത്തിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റിനെ നമ്മൾ 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. ആവറേജ് റേറ്റ് ആയിട്ടും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആയിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ എന്താ കണ്ടത്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് റിയാക്ഷൻ. പിന്നെ ഓർഡർ എന്താണെന്ന് നമ്മൾ കണ്ടു. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി. റേറ്റ് ലോ എക്സ്പ്രഷൻ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്ന് കണ്ടു. ഫസ്റ്റ് ഓർഡറിൻ്റെയും സീറോ ഓർഡർ റിയാക്ഷൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇതുകൂടാതെ എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് മനസ്സിലാക്കി. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് ഇനിഷ്യൽ കോൺസെൻട്രേഷന് നേർ അനുപാതത്തിലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. എന്നാൽ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ഹാഫ് ലൈഫ് പീരീഡ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്നുമാണ് നമ്മൾ കണ്ടത്. ഇത് വെച്ചുകൊണ്ടുള്ള കുറേ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഇനി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓരോ 10 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് നേരെ ഇരട്ടിയാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി ആക്യുറേറ്റ്ലി എക്സ്പ്ലെയിൻഡ് ബൈ ദ അറീനിയസ് ഇക്വേഷൻ. എന്താണ് അറീനിയസ് ഇക്വേഷൻ? എ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടെമ്പറേച്ചർ. റേറ്റ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റിലേഷനാണ് അറീനിയസ് ഇക്വേഷൻ. ദ റേറ്റ് കോൺസ്റ്റൻറ്റ് K increases exponentially with the temperature. ടെമ്പറേച്ചർ അനുസരിച്ച് ഇയുടെ പവറായിട്ട് റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടുന്നു. എന്താണ് അറീനിയസ് ഇക്വേഷൻ? റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ദർഫോർ റേറ്റ് കോൺസ്റ്റൻറ്റ് K ഈസ് ഈക്വൽ ടു എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ A ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ആൻഡ് ദിസ് ഈസ് ദ അറീനിയസ് ഇക്വേഷൻ. K ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. അവിടെ എ എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതിനെ ഫ്രീക്വൻസി ഫാക്ടർ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി ഫാക്ടർ? റേറ്റ് ഓഫ് മോളിക്കുലർ കൊളീഷൻസ് ദാറ്റ് ഒക്കർ ഇൻ ദി കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്ന കൊളീഷൻ്റെ റേറ്റിനെയാണ് നമ്മൾ കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇ എ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി, ആർ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി കെൽവിൻ ടെമ്പറേച്ചർ. ഇനി അറീനിയസ് ഇക്വേഷൻ്റെ വാലിഡിറ്റി അഥവാ സിഗ്നിഫിക്കൻസ് എന്താണ്? അറീനിയസ് ഇക്വേഷൻ നമുക്ക് എഴുതാം. K ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ വാലിഡിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി 2 സൈഡും ലോഗരിതം എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പോൾ 2 സൈഡിലും ലോഗരിതം എടുക്കുക, പ്രത്യേകിച്ച് എക്സ്പൊണൻഷ്യൽ ലോഗരിതം എടുക്കുന്നു. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എൽ എൻ കെ ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ ആർ ടി പ്ലസ് എൽ എൻ എ എന്ന് കിട്ടും. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ പല ടെമ്പറേച്ചറുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് സ്റ്റഡി ചെയ്തിട്ട് ലോഗ് വാല്യൂ ഓഫ് ദറ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് പ്ലോട്ടഡ് അഗൻസ്റ്റ് ദ കറസ്പോണ്ടിങ് റെസിപ്രോക്കൽ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും വിത്ത് നെഗറ്റീവ് സ്ലോപ്പ്. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ അനുസരിച്ച് മൈനസ് ഇ എ ബൈ ആർ. ദാറ്റ് മീൻസ് എൽ എൻ കെ ഈസ് പ്ലോട്ട് അഗൻസ്റ്റ് 1/t. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഉള്ളത് മൈനസ് ഇ എ ബൈ ആർ. സോ ബൈ നോയിങ് ദ സ്ലോപ്പ് ഇ എ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ദാറ്റ് ഈസ് ഇ എ ഈസ് ഈക്വൽ ടു മൈനസ് ആർ ഇൻറ്റു സ്ലോപ്പ്. ഇനി ഈ ഗ്രാഫിനെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇത് y ആക്സിൽ വന്ന് മുട്ടുമല്ലോ. അപ്പോൾ അതാണല്ലോ y ഇൻ്റർസെപ്റ്റ്. ആ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് വാല്യൂ ഓഫ് എ. അപ്പോൾ ഫ്രം ദ y intercept a can be calculated. Y intercept is equal to log a, therefore a is equal to e raised to y intercept. ഈ ഇക്വേഷനെ സാധാരണ ലോഗരിതത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ എഴുതിയതിന് ശേഷം നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ലോഗ് കെ മൈനസ് ലോഗ് എ, ദാറ്റ് ഈസ് ലോഗ് എ ബൈ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഇത് കോമൺ ലോഗരിതത്തിലോട്ട് മാറ്റണമെങ്കിൽ ഒരു 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2.303 ലോഗ് കെ ബൈ എ ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഇതിൽ ലോഗ് കെ ബൈ എ കണ്ടുപിടിക്കാൻ 2.303 നമുക്ക് താഴെ കൊണ്ടുവരാം. ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. ലോഗ് കെ മൈനസ് ലോഗ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഇ എ ബൈ 2.303 ആർ ടി. ഇതിൽ നിന്ന് ലോഗ് കെയുടെ വില എടുക്കണമെങ്കിൽ ഈ മൈനസ് ലോഗ് എ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ.
log k is equal to minus EA divided by 2.303 RT plus log EA. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y is equal to mx plus c യുടെ രൂപത്തിലാണ്. നേരത്തെ നമുക്ക് എക്സ്പോണൻഷ്യൽ ലോഗരിതത്തിലായിരുന്നപ്പോൾ എന്തായിരുന്നു? ln k is equal to മൈനസ് EA. അപ്പോൾ 2.303 ഇല്ല, RT പ്ലസ് ln A. ഇവിടെ എന്താ വ്യത്യാസം? ഒരു 2.303 വരും. അപ്പോൾ അത് സാധാരണ ലോഗരിതത്തിലോട്ട് മാറി. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ log value of rate constant is plotted against the corresponding reciprocal of temperature. Again the graph is a straight line with a negative slope. അപ്പോൾ എന്താ പ്ലോട്ട് ചെയ്യുക? log value of k is plotted against the reciprocal of temperature. എന്താ പ്ലോട്ടിൻ്റെ നേച്ചർ? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? EA കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് EA ബൈ 2.303 R. Therefore EA is equal to minus 2.303 R into slope. ഈ ഗ്രാഫിനെ നീട്ടി വരച്ച് y ആക്സിൽ കൊണ്ട് മുട്ടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? y ഇൻ്റർസെപ്റ്റ് കിട്ടും. ഈ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് log value of A. Therefore A is equal to anti-log of y intercept or 10 raised to y intercept. അങ്ങനെ ഈ അറീനിയസ് ഇക്വേഷനിലെ രണ്ട് പാരാമീറ്റേഴ്സ്, അതായത് EA ആക്ടിവേഷൻ എനർജി, അതേപോലെ A the frequency factor, ഇത് രണ്ടും നമുക്ക് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കാം ഫ്രം ദിസ് ഗ്രാഫ്. സോ ദിസ് ഈസ് ദ വാലിഡിറ്റി ഓഫ് ദി ഇക്വേഷൻ. ഇതാണ് ഈ ഇക്വേഷൻ്റെ പ്രാധാന്യം, അതുപോലെ ഈ ഇക്വേഷൻ്റെ വാലിഡിറ്റി. കാരണം രണ്ട് പാരാമീറ്റേഴ്സ് EA ആക്ടിവേഷൻ എനർജി, A ഫ്രീക്വൻസി ഫാക്ടർ, ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. പല ടെമ്പറേച്ചറുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് സ്റ്റഡി ചെയ്തിട്ട് ലോഗ് വാല്യൂ ഓഫ് the rate constant is plotted against the corresponding reciprocal of temperature. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാം, y ഇൻ്റർസെപ്റ്റിൽ നിന്ന് എന്ന് കണ്ടുപിടിക്കാം A. സോ ദിസ് ഈസ് ദ ഗ്രാഫ്. ഇനി കാൽക്കുലേഷൻ ഓഫ് ആക്ടിവേഷൻ എനർജി EA ഫ്രം റേറ്റ് കോൺസ്റ്റൻറ്റ് K1 ആൻഡ് K2 അറ്റ് ടു ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്, ദാറ്റ് ഈസ് T1 ആൻഡ് T2. അപ്പോൾ ലോഗരിതമിക് എക്സ്പ്രഷൻ എടുത്തിട്ട് രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. T1 ടെമ്പറേച്ചറുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് K1 എന്ന് കൊടുക്കുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. T2 ടെമ്പറേച്ചറുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് K2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. log K2 by K1 is equal to EA divided by 2.303 R into 1 by T1 minus 1 by T2. അല്ലെങ്കിൽ നമുക്ക് എഴുതാം log K2 by K1 is equal to EA divided by 2.303 R. ഇവിടെ LCM എടുക്കുമ്പോൾ T1 T2 LCM, അപ്പോൾ ന്യൂമറേറ്റർ എന്ത് വരും? T2 മൈനസ് T1 ഡിവൈഡ് ബൈ T1 T2. ഇതിൽ നമുക്ക് ആക്ടിവേഷൻ എനർജി EA കണ്ടുപിടിക്കാം. ഇത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. log K2 by K1 is equal to EA divided by 2.303 R T2 minus T1 divided by T1 T2. ഇതിനെ നമുക്കൊന്ന് ക്രോസ് ഗുണിച്ച് നോക്കാം. എങ്ങനെ ഇരിക്കും? EA is equal to 2.303 R T1 T2 log K2 by K1 divided by T2 minus T1. അപ്പോൾ രണ്ട് ടെമ്പറേച്ചർ തരും, T1 and T2. റേറ്റ് കോൺസ്റ്റൻറ്റ് T1 കെൽവിനുള്ളത് K1 കൊടുക്കുക, T2 കെൽവിനുള്ളത് K2 കൊടുക്കുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവേഷൻ എനർജി ജൂൾ പെർ മോളിൽ കിട്ടും. കാരണം ആറിൻ്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ, ടെമ്പറേച്ചർ കെൽവിനുമാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ജൂൾ പെർ മോളിൽ കിട്ടും ആക്ടിവേഷൻ എനർജി. ഇനി അക്കോർഡിംഗ് ടു അറീനിയസ്, a reaction can take place only when the reactant molecule collide to form an unstable intermediate called activated complex. അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടൻ്റ് മോളിക്യൂൾ ഇഫക്റ്റീവായിട്ട് ഇടിക്കണം. അങ്ങനെ ഇടിച്ചൊരു അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും. ആ ഇൻ്റർമീഡിയറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഇത് വളരെയധികം അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ഇത് എക്സിസ്റ്റ് ചെയ്യൂ. ഉടൻ തന്നെ ഇത് ബ്രേക്ക് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് മോളിക്യൂളായിട്ട് മാറും. ദെൻ ദ എനർജി റിക്വയർഡ് ടു ഫോം ദ ആക്ടിവേറ്റ് കോംപ്ലക്സ്. ഇങ്ങനെ റിയാക്ടൻ്റ് മോളിക്യൂൾ ഇഫക്റ്റീവായിട്ട് ഇടിച്ച് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകും പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ്. അങ്ങനെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാകണമെങ്കിൽ കുറേ അധികം എനർജി റിയാക്ടൻ്റ് മോളിക്യൂളിന് എക്സ്ട്രാ വേണ്ടി വരും. അതിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ എന്താണ് ആക്ടിവേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ദ എനർജി റിക്വയർഡ് ടു ഫോം ദ ആക്ടിവേറ്റ് കോംപ്ലക്സ് ഇസ് കോൾഡ് ദ ആക്ടിവേഷൻ എനർജി. അപ്പം ആക്ടിവേഷൻ എനർജി മീൻസ് ദ എനർജി റിക്വയർഡ് ടു ഫോം ദ അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ്, ദാറ്റ് ഈസ് ദ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, ഈസ് നോൺ ആസ്
ദ ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഈ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ നടക്കാൻ ആവശ്യമായ മിനിമം എനർജിയായ ത്രഷോൾഡ് എനർജിയിൽ നിന്ന് ആ റിയാക്ടൻ്റ് മോളിക്യൂളിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി കുറച്ചാൽ അധികം വേണ്ട എനർജി കിട്ടും. അതാണെന്ത് ആക്ടിവേഷൻ എനർജി. വെൻ ടു മോളിക്യൂൾസ് ഹാവിങ് നെസസറി ആക്ടിവേഷൻ എനർജി കം ടുഗദർ, അതായത് അത്യാവശ്യം ആക്ടിവേഷൻ എനർജി ഉള്ള രണ്ട് റിയാക്ടൻ്റ് മോളിക്യൂൾ പരസ്പരം അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ഇഫക്റ്റീവായിട്ട് ഇടിച്ച് എല്ലാവരോടും ചേർന്ന് ഒരു അൺസ്റ്റേബിൾ സ്പീഷീസ് അഥവാ ആക്ടിവേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ആ ആക്ടിവേറ്റ് കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നേരമേ എക്സിസ്റ്റ് ചെയ്യൂ. അത് പെട്ടെന്ന് തന്നെ പൊട്ടി സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റായി മാറും. ഉദാഹരണത്തിന് ഹൈഡ്രജനും അയഡിനും ചേർന്ന് HI മോളിക്യൂൾ ഉണ്ടാകുന്നിരിക്കട്ടെ. ആദ്യം ഹൈഡ്രജനും അയഡിനും കൂടി ഇടിച്ച് എല്ലാവരുടെ ചേർന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ദ ആക്ടിവേറ്റ് കോംപ്ലക്സ്. ഈ ആക്ടിവേറ്റ് കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആണ്. അത് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള രണ്ട് HI മോളിക്യൂളായിട്ട് മാറും. ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രം നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ അഥവാ റിയാക്ഷൻ കോർഡിനേറ്റ്. ആദ്യം റിയാക്ടൻറ്റ് ആരൊക്കെയാ? ഹൈഡ്രജനും അയോഡിനും. ഇതിൻ്റെ എനർജിയാണ് ഇത്രയും. ദിസ് ഈസ് ദ എനർജി ഓഫ് ദ റിയാക്ടർ. പക്ഷേ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ മിനിമം വേണ്ട എനർജി ഇത്രയാണ്. ദാറ്റ് ഈസ് ദ ത്രഷോൾഡ് എനർജി. ഈ എനർജി എത്തിയാൽ മാത്രമേ റിയാക്ടൻ്റ് മോളിക്യൂൾ എല്ലാം കൂടെ ചേർന്ന് ഒരു ആക്ടിവേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ ഈ ആക്ടിവേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യണമെങ്കിൽ ഇത്രയും എനർജി അഡീഷണലായിട്ട് വേണ്ടേ? ആ എനർജിയാണ് നമ്മളെന്ത് വിളിക്കുക? ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഈ എനർജിയെ സ്വീകരിച്ചുകൊണ്ട് റിയാക്ഷൻ നടക്കാൻ വേണ്ടിയുള്ള മിനിമം എനർജി കൈവരിച്ച ശേഷം റിയാക്ടൻ്റ് മോളിക്യൂൾ എല്ലാം കൂടെ ചേർന്ന് ഒരു അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് അഥവാ ആക്ടിവേറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. ഇത് ഹൈലി എനർജറ്റിക് ആണ്. കാരണം എനർജി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് അൺസ്റ്റേബിളാണ്. ഇത് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്ത് സ്റ്റേബിൾ പ്രോഡക്റ്റായിട്ട് മാറും. അപ്പോൾ കൂടുതൽ എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പോൾ ചേഞ്ച് ഇൻ എനർജി റിയാക്ടൻറ്റും പ്രോഡക്റ്റും നമ്മൾ നോക്കിയേ. the total energy of the product minus total energy of the reactant, and that is nothing but the enthalpy change delta H of the reaction. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ. അതുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് കിട്ടും. കാരണം പ്രോഡക്റ്റിന് എനർജി കുറവും റിയാക്ടൻ്റ് എനർജി കൂടുതലുമാണ്. എന്താണ് ത്രഷോൾഡ് എനർജി എന്ന് നമ്മൾ കണ്ടു. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ ദ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം ഫോർ എ റിവേഴ്സിബിൾ എക്സോതെർമിക് റിയാക്ഷൻ ഷോയിങ് ദ ഫോളോയിങ്. Number 1, energy of reactant and product, activation energy of forward and backward reaction, enthalpy change of the reaction, activate complex, threshold energy. ഇതാണ് റിയാക്ടൻ്റ് എനർജി എന്നിരിക്കട്ടെ, എനർജി ഓഫ് ദ റിയാക്ടൻ്റ്. അപ്പോൾ ഈ എനർജിയിൽ എത്തിയാൽ മാത്രമേ റിയാക്ഷൻ നടക്കൂ. ദിസ് ഈസ് ദ ത്രഷോൾഡ് എനർജി ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ ഈ എനർജി കൈവരിക്കണമെങ്കിൽ ഇത്രയും എനർജി റിയാക്ടൻ്റ് മോളിക്യൂൾ അഡീഷണലായിട്ട് അക്വയർ ചെയ്യണം. ദാറ്റ് ഈസ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ, മുന്നോട്ട് നടക്കുമ്പോഴുള്ള ആക്ടിവേഷൻ. അങ്ങനെ ഈ ത്രഷോൾഡ് എനർജി വന്ന് ഈ എനർജി ബാരിയറിൽ റിയാക്ടൻ്റ് മോളിക്യൂൾ എല്ലാം കൂടെ ചേർന്ന് ഒരു അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ആയ ആക്ടിവേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ഈ ആക്ടിവേറ്റ് കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആണ്. അത് ഡീകമ്പോസ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റായിട്ട് മാറും. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ എനർജി മൈനസ് റിയാക്ടൻ്റ് എനർജി, അതല്ലേ ചേഞ്ച് ഇൻ എനർജി. അപ്പോൾ ആ ചേഞ്ച് ഇൻ എനർജി എന്തായിട്ട് കിട്ടും? നെഗറ്റീവ്. അപ്പോൾ ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്, മുന്നോട്ട് നടക്കുന്ന റിയാക്ഷൻ. ഇനി ഈ റിയാക്ഷൻ ഒരു റിവേഴ്സിബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രോഡക്റ്റ് വീണ്ടും തിരിച്ച് റിയാക്റ്റൻ്റ് ആവാമല്ലോ അതേ കണ്ടീഷനിൽ. അങ്ങനെ ആകണമെങ്കിലും പ്രോഡക്റ്റ് മോളിക്യൂൾ ആദ്യം ഈ എനർജി ബാരിയർ അഥവാ ആക്ടിവേറ്റ് കോംപ്ലക്സിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു എനർജി ഉണ്ടല്ലോ, അവിടെ എത്തിയാൽ മാത്രമേ തിരിച്ചത് എന്തായിട്ട് മാറുള്ളൂ? റിയാക്റ്റൻ്റ് ആയിട്ട് മാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത്രയും എനർജി അത് വീണ്ടും അക്വയർ ചെയ്യേണ്ടേ പ്രോഡക്റ്റ് ഈ ആക്ടിവേറ്റ് കോംപ്ലക്സ് ഉണ്ടാകണമെങ്കിൽ. അപ്പോൾ ദിസ് ഈസ് ദ ആക്ടിവേഷൻ എനർജി ദ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ ഒരു റിവേഴ്സിബിൾ എക്സോതെർമിക് റിയാക്ഷനിൽ ആക്ടിവേഷൻ എനർജി ഓഫ് backward reaction or reverse reaction is greater than the activation energy of forward reaction. അപ്പോൾ റിവേഴ്സിബിൾ എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിലോ പ്രോഡക്റ്റിൻ്റെ എനർജി റിയാക്റ്റിനേക്കാൾ കൂടുതലായിരിക്കത്തില്ലേ? അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എനർജി ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ദിസ് ഇസ് ദ എനർജി ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ ചേഞ്ച് ഇൻ എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് റിയാക്ടൻറ്റ്, അതിൽ എൻതാൽപ്പി ചേഞ്ച് അത് ഈ വാല്യൂ ആയിരിക്കത്തില്ലേ? അപ്പോൾ എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എനർജി ഓഫ് റിയാക്ടൻറ്റ്, അപ്പോൾ ഡെൽറ്റ എച്ച് പോസിറ്റീവായിട്ട് കിട്ടും. അപ്പോൾ ഈ റിയാക്ഷൻ തിരിച്ചു നടക്കണമെങ്കിൽ ഇത്രയും എനർജി മതി ബാക്ക്വേർഡ് റിയാക്ഷന് അഡീഷണലായിട്ട് വേണ്ടത്. ദാറ്റ് ഈസ് ദ ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അതുകൊണ്ട് ഇൻ ദ കേസ് ഓഫ് എ റിവേഴ്സിബിൾ തെർമിക് റിയാക്ഷൻ ദ ആക്ടിവേഷൻ എനർജി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് ലെസ് ദാൻ ദ ആക്ടിവേഷൻ എനർജി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഇനി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഷോയിങ് എനർജീസ് എമംഗ് ഗേഷ്യസ് മോളിക്യൂൾസ്. നമുക്കറിയാം all the molecules in the reacting species do not have the same kinetic energy.
അപ്പം ഒരു റിയാക്ടിങ് സ്പീഷീസിൽ കുറേയധികം മോളിക്യൂൾ ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷേ എല്ലാ മോളിക്യൂളും ഒരേ കൈനറ്റിക് എനർജി ആയിരിക്കില്ല ഉള്ളത്. അതിൻ്റെ അർത്ഥം അതിനകത്ത് 100 മോളിക്യൂൾ ഉണ്ടെങ്കിൽ ആ 100 മോളിക്യൂളിനും 100 വ്യത്യസ്ത കൈനറ്റിക് എനർജി ഉണ്ട് എന്നും അർത്ഥമില്ല. ആ 100 എണ്ണം മൊത്തം ഉള്ളതിൽ കുറച്ചെണ്ണത്തിന് ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജി, കുറേ എണ്ണത്തിന് വേറൊരു കൈനറ്റിക് എനർജി, അങ്ങനെ സം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഈസ് ഹാവിങ് എ പർട്ടിക്കുലർ കൈനറ്റിക് എനർജി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്താണ് മാക്സ്വെൽ ആൻഡ് ബോൾട്സ്മാൻ. അവരുടെ ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷനാണിത്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഈസ് പ്ലോട്ട് അഗൈൻസ്റ്റ് ദെയർ കൈനറ്റിക് എനർജി. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ കിട്ടുന്നു, കണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കൈനറ്റിക് എനർജി 0 ആയിട്ടുള്ള മോളിക്യൂളിൻ്റെ ഫ്രാക്ഷൻ 0 ആണ്. കൈനറ്റിക് എനർജി വളരെ കൂടിയ മോളിക്യൂളിൻ്റെ എണ്ണം വളരെ കുറവാണ്. കൂടുതൽ മോളിക്യൂളിൻ്റെയും കൈനറ്റിക് എനർജി ഒരു ഇൻ്റർമീഡിയറ്റ് വാല്യൂ ആണ്. ഇതാണ്, ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി പൊസസ്ഡ് ബൈ ദ മാക്സിമം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ and therefore this is called the most probable kinetic energy. According to Maxwell-Boltzmann, the distribution of kinetic energy may be described by plotting the fraction of molecule with a given kinetic energy against the kinetic energy of the molecule. The peak of the curve that corresponds to the most probable kinetic energy. That means the kinetic energy of maximum fraction of molecule. ഇനി നമ്മൾ ടെമ്പറേച്ചറിനെ ഉയർത്തിയാലോ? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഹയർ ടെമ്പറേച്ചറിൽ പ്ലോട്ട് ചെയ്താൽ ദി എൻറ്റയർ ഗ്രാഫ് ഈസ് ഷിഫ്റ്റഡ് ടുവേഴ്സ് റൈറ്റ്. ദാറ്റ് മീൻസ് വെൻ ടെമ്പറേച്ചർ ഈസ് റൈസ്, മാക്സിമം ഓഫ് ദ കർവ് മൂവ് ടു ദ ഹയർ എനർജി വാല്യൂ ആൻഡ് ദ കർവ് ബ്രോഡൻസ് ഔട്ട്. ദ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അനുസരിച്ച് ഓരോ മോളിക്യൂളിൻ്റെയും കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. എന്നാൽ ഈ പീക്കിൻ്റെ ഹൈറ്റ് കുറഞ്ഞില്ലേ? T1 കെൽവിൻ ഇതാണെങ്കിൽ T2 കെൽവിൻ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാം ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പൊസസിങ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി നമ്മൾ സാധാരണ കാണുന്നത് ഫോർ എവറി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ദ റേറ്റ് ഓർ റേറ്റ് കോൺസ്റ്റൻറ്റ് നിയർലി ഗെറ്റ് ഡബിൾഡ്. ഓരോ 10 ഡിഗ്രി ടെമ്പറേച്ചർ ഉയരുമ്പോഴും റിയാക്ഷൻ്റെ റേറ്റ് അഥവാ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇരട്ടിയാകുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഇതിന് കാരണം എന്താണ്? ഗ്രാഫ് ഒന്ന് നോക്കി. T ടെമ്പറേച്ചറിൽ ഈ റെഡ് ഏരിയ എന്ന് പറയുന്നത് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ പൊസസിങ് എനർജി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദ ആക്ടിവേഷൻ എനർജി. അപ്പോൾ ആക്ടിവേഷൻ എനർജിയോ അതിൽ കൂടുതലോ എനർജി ഉള്ള മോളിക്യൂളിൻ്റെ എണ്ണമാണ് ഈ റെഡ് ഏരിയ കാണിച്ചിരിക്കുന്നത്. ഇതേ റിയാക്ഷൻ ഒരു 10 ഡിഗ്രി ഉയർത്തിയിട്ട് നടത്തുന്നു എന്നിരിക്കട്ടെ. എന്നിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ദ എൻറ്റയർ ഗ്രാഫ് ഈസ് ഷിഫ്റ്റഡ് ടുവേഴ്സ് റൈറ്റ്. അപ്പോൾ ഈ ഗ്രാഫ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, കണ്ടില്ലേ? അപ്പോൾ ഈ 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ വരുന്ന സാഹചര്യത്തിൽ ആക്ടിവേഷൻ എനർജിയോ അതിൽ കൂടുതലോ എനർജി ഉള്ള മോളിക്യൂളിൻ്റെ ഫ്രാക്ഷൻ നേരത്തെ ഉള്ളതിൻ്റെയും കൂടെ അത്രയുടെ ഏരിയയുടെ എക്സ്ട്രാ വരും. ദാറ്റ് മീൻസ് മോളിക്യൂളിൻ്റെ എണ്ണം ഏകദേശം ഇരട്ടിയാവും. അപ്പോൾ റേറ്റും അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റും എന്താവും? ഇരട്ടിയാവും. ദാറ്റ് മീൻസ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ ഹാവിങ് എനർജി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദ ആക്ടിവേഷൻ എനർജി നിയർലി ഗെറ്റ് ഡബിൾ. ആക്ടിവേഷൻ എനർജിയോ അതിൽ കൂടുതലോ എനർജിയുള്ള മോളിക്യൂളിൻ്റെ എണ്ണം ഓരോ 10 ഡിഗ്രി ഉയർത്തുമ്പോഴും നേരെ ഇരട്ടിയാവുന്നു. അതുകൊണ്ട് റേറ്റ് അഥവാ റേറ്റ് കോൺസ്റ്റൻറ്റ് ഓൾസോ ഗെറ്റ് ഡബിൾഡ്. ഇനി എന്താണ് കാറ്റലിസ്റ്റിൻ്റെ ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്? ദാറ്റ് മീൻസ് ദ ആക്ഷൻ ഓഫ് കാറ്റലിസ്റ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി. ഒരു റിയാക്ഷൻ കാറ്റലിസ്റ്റിൻ്റെ ആക്ഷൻ നമുക്ക് ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ തിയറി പ്രകാരം കാറ്റലിസ്റ്റ് ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ കാറ്റലിസ്റ്റൂടെ പങ്കെടുക്കുന്നു ബൈ ഫോമിംഗ് ടെമ്പററി ബോണ്ട്സ് വിത്ത് ദ റിയാക്ടൻറ്റ് റിസൾട്ടിംഗ് ഇൻ ആൻ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്. ആ കാറ്റലിസ്റ്റ് റിയാക്ടൻറ്റുമായിട്ട് ചേർന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. അപ്പോൾ കാറ്റലിസ്റ്റ് താൽക്കാലികമായ ബോണ്ടുകൾ ഉണ്ടാക്കി റിയാക്ടൻറ്റിനോടൊപ്പം ചേർന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. ഇത്തരത്തിലുണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് സ്ഥിരതയില്ലാത്തവയാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നേരം അത് എക്സിസ്റ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ അത് ഡീകമ്പോസ് ചെയ്ത് സ്റ്റേബിൾ പ്രോഡക്റ്റായിട്ട് മാറുന്നതോടൊപ്പം ഈ കാറ്റലിസ്റ്റ് പൂർണ്ണമായി റിലീസാവും. ദ ഫങ്ഷൻ ഓഫ് കാറ്റലിസ്റ്റ് ഈസ് ടു പ്രൊവൈഡ് അൻ ഓൾട്ടർനേറ്റ് പാത്ത് ഫോർ ദ റിയാക്ഷൻ ബൈ ലോവറിംഗ് ദ ആക്ടിവേഷൻ. റിയാക്ഷൻ നടക്കാൻ അധികമായിട്ട് വേണ്ട എനർജിയെ കുറയ്ക്കുക എന്നുള്ളതാണ് കാറ്റലിസ്റ്റിൻ്റെ പ്രധാനമായ ധർമ്മം. അപ്പോൾ വളരെയധികം ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നു. ആൻഡ് ഹെൻസ് ലോവറിംഗ് ദ പൊട്ടൻഷ്യൽ എനർജി ബാരിയർ. നേരത്തെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു അതിൽ നിന്ന് ഒത്തിരി കുറയുന്നു. അപ്പോൾ അഡീഷണൽ ആയിട്ട് വേണ്ട എനർജി, ആക്ടിവേഷൻ എനർജി ഒരുപാട് കുറയുന്നു. സോ ദാറ്റ് മോർ ആൻഡ് മോർ റിയാക്ടൻറ്റ് ക്യാൻ പാസ് ഓവർ ദ എനർജി ബാരിയർ പെർ യൂണിറ്റ് ടൈം.
അപ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ കൂടുതൽ റിയാക്ടൻറ്റ് മോളിക്യൂളിന് ഈ എനർജി ബാരിയറിലെത്താനും ആക്ടിവേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റായി മാറുവാനും സാധിക്കും. സോ ദാറ്റ് ദ റേറ്റ് ഇൻക്രീസസ്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ റോള് പ്രധാനമായും ആക്ടിവേഷൻ എനർജിയെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കി, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ റിയാക്ഷൻ ഈസ് പ്ലോട്ടഡ് അഗൈൻസ്റ്റ് ദ റിയാക്ഷൻ കോർഡിനേറ്റ് ഓർ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. ഈ തിക്ക് ലൈൻ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ഇല്ലാതെ ഉള്ള റിയാക്ഷൻ്റെ പാത്ത് വേ ആണെന്നിരിക്കട്ടെ. അപ്പോൾ റിയാക്ടൻ്റ് പ്രോഡക്റ്റായി മാറുന്നു. അപ്പോൾ ഇതായിരുന്നു കാറ്റലിസ്റ്റ് ഇല്ലാത്തപ്പോൾ വേണ്ടി വന്ന ആക്ടിവേഷൻ എനർജി. കാറ്റലിസ്റ്റ് ഉപയോഗിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഈ റിയാക്ഷൻ വേറൊരു പാത്ത് വേ ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ നോക്കിയേ, ഇതിൻ്റെ എനർജി ബാരിയർ കുറഞ്ഞില്ലേ? അപ്പോൾ കാറ്റലിസ്റ്റ് വെച്ച് നടക്കുമ്പോൾ ആ റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി കുറയുന്നു. അപ്പോൾ എനർജി ബാരിയർ കുറഞ്ഞു. അപ്പോൾ കൂടുതൽ റിയാക്ടൻറ്റ് മോളിക്യൂളിന് ഈ എനർജി ബാരിയർ ഓവർകം ചെയ്ത് കൂടുതൽ ആക്ടിവേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കാനും തൽഫലമായി പ്രോഡക്റ്റിന് അളവ് കൂട്ടാനും സാധിക്കും. ഇനി കാറ്റലിസ്റ്റിൻ്റെ പ്രാധാന്യം എന്താണ്? എ സ്മോൾ എമൗണ്ട് ഓഫ് കാറ്റലിസ്റ്റ് ക്യാൻ കാറ്റലൈസ് എ ലാർജ് എമൗണ്ട് ഓഫ് റിയാക്ഷൻ. അതായത് കുറച്ച് കാറ്റലിസ്റ്റ് മതി വളരെയധികം ക്വാണ്ടിറ്റി റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ. ഇനി കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ആൾട്ടർ ദ ഗിബ്സ് എനർജി ഓർ ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ ജി ഓഫ് ദ റിയാക്ഷൻ. ഡെൽറ്റ ജിക്ക് മാറ്റമില്ല. Again, a catalyst catalyzes a spontaneous reaction but does not catalyze non-spontaneous reaction. സ്വയം നടക്കുന്ന ഒരു റിയാക്ഷനെ മാത്രമേ സ്പീഡപ്പ് ചെയ്യാൻ കാറ്റലിസ്റ്റിന് സാധിക്കൂ. എന്നാൽ സ്വയം നടക്കാത്ത ഒരു റിയാക്ഷനെ നടത്തിക്കുവാനുള്ള കഴിവ് കാറ്റലിസ്റ്റിന് ഇല്ല. എ കാറ്റലിസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ ചേഞ്ച് ചെയ്യിക്കാനുള്ള കഴിവ് കാറ്റലിസ്റ്റിനില്ല. പക്ഷേ ഇറ്റ് ഹെൽപ്സ് ഇൻ അറ്റൈനിങ് ദി ഇക്വിലിബ്രിയം ഫാസ്റ്റർ. എന്നാൽ ഇക്വിലിബ്രിയം വളരെ പെട്ടെന്ന് അറ്റൈൻ ചെയ്യുവാൻ കാറ്റലിസ്റ്റ് സഹായിക്കും. That means the catalyst speed up both the forward and backward reaction equally and hence it helps in attaining the equilibrium faster. Ini collision theory of chemical reaction. It is developed by Max Strauss and William Lewis. According to this theory, a chemical reaction can take place when reactant molecules collide with one another, but all collisions are not effective in bringing about a chemical reaction. പക്ഷേ ഈ തിയറി പ്രകാരം റിയാക്ടൻറ്റ് മോളിക്യൂൾ പരസ്പരം ഇടിച്ചതുകൊണ്ട് മാത്രം ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെന്നില്ല. അതായത് ആ കൊളീഷൻ ഇഫക്റ്റീവ് ആകണമെന്നില്ല. ഒരു കൊളീഷൻ ഇഫക്റ്റീവ് ആകണമെങ്കിൽ റിയാക്ടൻറ്റ് മോളിക്യൂൾ പരസ്പരം ഇടിച്ച് അതിലുള്ള ബോണ്ടുകൾ പൊട്ടി ആറ്റമായി മാറിയാൽ മാത്രമേ ആ ആറ്റം പുതിയ ആറ്റങ്ങളുമായിട്ട് ചേർന്ന് പുതിയ ബോണ്ട് ഉണ്ടാക്കി പുതിയ പ്രോഡക്റ്റായി മാറൂ. അപ്പോൾ ഒരു കൊളീഷൻ ഇഫക്റ്റീവ് ആകണമെങ്കിൽ ഈ തിയറി പ്രകാരം നമ്മൾ നേരത്തെ കണ്ടതുപോലെ the colliding molecule should possess a sufficient threshold energy or activation energy to break the chemical bond in the reacting molecule. Reacting molecule chemical bondine പൊട്ടിക്കുവാൻ ഒരു മിനിമം എനർജിയിൽ ഇടിക്കേണ്ടതായിട്ടുണ്ട്. ആ മിനിമം എനർജിയെ നമ്മൾ വിളിച്ച പേരാണ് ത്രെഷോൾഡ് എനർജി. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി അധികപ്പെട്ടായിട്ട് റിയാക്ടൻറ്റ് മോളിക്യൂളിന് വേണം, അഥവാ ആക്ടിവേഷൻ എനർജി വേണ്ടി വരും. എന്തിന്? ടു ബ്രേക്ക് ദ കെമിക്കൽ ബോണ്ട് ഇൻ ദ റിയാക്ടിംഗ് മോളിക്യൂൾ. എന്നാൽ ദ മോളിക്യൂൾ ഷുഡ് കൊളൈഡ് വിത്ത് എ പ്രോപ്പർ ഓറിയൻറ്റേഷൻ. ഇങ്ങനെ ആക്ടിവേഷൻ എനർജി ഇടിച്ചതുകൊണ്ട് മാത്രം കൊളീഷൻ ഇഫക്റ്റീവ് ആകണമെന്നില്ല. എന്ന് പറഞ്ഞാൽ റിയാക്ടൻറ്റ് മോളിക്യൂളിലെ ബോണ്ട് പൊട്ടണമെന്നില്ല. ബോണ്ട് പൊട്ടി ആറ്റമായാലേ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ along with the necessary activation energy or the threshold energy, the molecule should collide with the proper orientation. അനുയോജ്യമായ ഒരു ഓറിയൻറ്റേഷനിൽ വന്ന് ഇടിച്ചാൽ മാത്രമേ ബോണ്ട് ബ്രേക്കിംഗ് നടന്ന് പ്രോഡക്റ്റായി മാറൂ. അപ്പോൾ along with the necessary activation energy, the proper orientation of molecule is equally essential to undergo the effective collision and hence the rate of the reaction. So collision theories propose that activation energy and proper orientation of molecule together determine the criteria for an effective collision and hence the rate of reaction. Thus, the collision theory introduced two parameters. അതുകൊണ്ട് collision theory രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന്, the probability or steric factor P. അതെന്തിനെ കാണിക്കും? It represents the proper orientation of reactant molecule for the reaction. റിയാക്ഷന് വേണ്ടി റിയാക്ടൻറ്റ് മോളിക്യൂൾ എപ്രകാരം അണിനിരക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സ്റ്റെറിക് ഫാക്ടർ അഥവാ പ്രോബബിലിറ്റി ഫാക്ടർ P.
Then this theory introduced another one parameter, that is frequency factor Z. It represents the number of effective collision per second per unit volume of the reaction mixture. അപ്പോൾ ഒരു റിയാക്ഷൻ മിക്സറിൽ യൂണിറ്റ് വോള്യത്തിൽ ഒരു യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ പെർ സെക്കൻഡിൽ എത്ര എണ്ണം കൊളീഷൻ ഇഫക്റ്റീവായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ബോണ്ട് ബ്രേക്കിങ്ങിനെ കൊണ്ടുവരുന്നു. അതിനെയാണ് എന്ത് വിളിക്കുക? ഫ്രീക്വൻസി ഫാക്ടർ. ദാറ്റ് മീൻസ് ഫ്രീക്വൻസി ഫാക്ടർ ഇസ് ദ number of effective collision per second per unit volume of the reaction mixer. The rate or rate constant can be redefined as A ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? രണ്ട് പാരാമീറ്റേഴ്സ്, ദാറ്റ് ഈസ് P ഇൻറ്റു Z, e raised to minus EA by RT. P is the steric factor, Z is the frequency factor, or Z is the collision frequency. E raised to minus EA by RT represent the fraction of molecule with energy equal to or greater than the activation rate. ഇപ്പോൾ മൊത്തം മോളിക്യൂളിൽ എത്ര ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂളിന് ആ റിയാക്ഷൻ നടക്കാൻ ആവശ്യമുള്ള ആക്ടിവേഷൻ എനർജിയോ അതിൽ കൂടുതലോ ഉണ്ട്, ആ ഫ്രാക്ഷനെ കാണിക്കുന്നതാണ് E raised to minus EA by RT. ഇനി എന്താണ് കൊളീഷൻ തിയറിയുടെ ലിമിറ്റേഷൻ ഓഫ് കൊളീഷൻ തിയറി? റിയാക്ടൻ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറൽ ആസ്പെക്റ്റ് ഈ തിയറി പറയുന്നില്ല. ചില റിയാക്ടൻ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെ അടിച്ചാലും ചിലപ്പോൾ ബോണ്ടെല്ലാം പൊട്ടാം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഓറിയൻ്റ് നിർബന്ധമില്ല. എന്നാൽ ചില മോളിക്യൂളിൽ ആ പ്രോപ്പർ ഓറിയൻറ്റേഷൻ വളരെ അത്യാവശ്യമാണ്, എങ്കിലേ ഇഫക്റ്റീവ് കൊളീഷൻ നടക്കും. അപ്പോൾ പല മോളിക്യൂളിൻ്റെയും സ്ട്രക്ചർ അനുസരിച്ച് ഇതിന് വ്യത്യാസം സംഭവിക്കാം. പക്ഷേ ഈ തിയറി മോളിക്യൂളിൻ്റെ എല്ലാം ഹാർഡ് സ്പിയറായിട്ട് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, അതിൻ്റെ സ്ട്രക്ചറൽ ആസ്പെക്റ്റ് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചില കേസിൽ നമുക്ക് ഈ പ്രോപ്പർ ഓറിയൻറ്റേഷൻ ഇല്ല എങ്കിൽ പോലും ഇഫക്റ്റീവ് കൊളീഷൻ നടന്ന് പ്രോഡക്റ്റ് ഉണ്ടാവുന്നു, provided the reactant molecule is having the necessary activation energy. ഈ തിയറി അനുസരിച്ച് മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിന് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ ആ സ്ട്രക്ചറിന് ആസ്പെക്ട്സിന് പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളതാണ് ഈ തിയറിയുടെ ലിമിറ്റേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് കൺസിഡേഴ്സ് ആറ്റംസ് ഓർ മോളിക്യൂൾ ടു ബി ഹാർഡ് സ്പിയേഴ്സ് ആൻഡ് ഇഗ്നോർസ് ദെയർ സ്ട്രക്ചറൽ ആസ്പെക്ട്സ്. ഇനി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയേ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ? നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ. ദെൻ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി? രണ്ട് സിമ്പിൾ ഡിഫറൻസ് നമുക്കറിയാം. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് തിയററ്റിക്കൽ കൺസെപ്റ്റാണ്, ഓർഡർ ഒരു എക്സ്പെരിമെൻ്റൽ കൺസെപ്റ്റാണ്. മോളിക്കുലാരിറ്റി കനോട്ട് ബി സീറോ, പക്ഷേ ഓർഡർ എന്താകാം? സീറോ ആകാം. എന്താണ് മോളിക്കുലാരിറ്റി? നമ്പർ ഓഫ് റിയാക്ടിംഗ് മോളിക്യൂൾ വിച്ച് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് എ കെമിക്കൽ റിയാക്ഷൻ. എന്നാൽ ഓർഡർ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക? The sum of the powers of concentration of the reactant in the rate law expression. ഇനി മോളിക്കുലാരിറ്റിക്ക് ഇൻ്റഗ്രൽ വാല്യൂസ് മാത്രമേ ഉള്ളൂ, എന്നാൽ ഓർഡറിന് ഫ്രാക്ഷണൽ വാല്യൂസും വരാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഒരു റിയാക്ഷൻ്റെ റേറ്റ് law കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഓർഡർ? ദ ഓർഡർ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം, ദാറ്റ് മീൻസ് ഹാഫ് പ്ലസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. വാട്ട് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ? എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ? The rate of the reaction is proportional to zero power of the concentration of reactant. That means R is proportional to R raised to 0. How does the rate of reaction vary with the temperature? Temperature അനുസരിച്ച് rate of reaction എങ്ങനെയാണ് vary ചെയ്യുക? An increase in temperature generally increases the rate of reaction. An increase in temperature will raise the kinetic energy of the reactant molecule, which increases the effective collision and hence the rate of the reaction increases. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഗീവ് ആൻ എക്സാമ്പിൾ. നമുക്കറിയാം ബൈനറി റിയാക്ഷൻ ദാറ്റ് ഈസ് മെയ്ഡ് ടു ബിഹേവ് ലൈക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇപ്പോൾ ബൈനറി റിയാക്ഷനാണ്, അങ്ങനെയുള്ള എലമെൻ്റ് റിയാക്ഷൻ്റെ ഓർഡർ മോളിക്കുലാരിറ്റിക്ക് തുല്യം തന്നെയാണ്, രണ്ടാകേണ്ടതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു റിയാക്ടൻ വളരെ എക്സസ് ആയിട്ട് വരും, അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ റേറ്റിനെ സ്വാധീനിക്കില്ല. അങ്ങനെ വരുമ്പോൾ റിയാക്ഷൻ സെക്കൻഡ് ഓർഡറായിട്ട് വരേണ്ടത് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഓർഡറായിട്ട് ബിഹേവ് ചെയ്യും. അതിനെ വിളിക്കുന്നതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എക്സാമ്പിൾ ഇൻവേർഷൻ ഓഫ് കെയ്ൻ ഷുഗർ നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് മീൻ ബൈ ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് എ റിയാക്ഷൻ? ദ ടൈം ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് ഈസ് റെഡ്യൂസ് ടു 1/2 ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. തുടക്കത്തിലുള്ള കോൺസെൻട്രേഷൻ നേരെ പകുതിയാകാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ഹാഫ് ലൈഫ് പീരിയഡ് ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? ദറ്റ് ഈസ് T half is equal to 0.693 divided by K. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കി, കാൽക്കുലേറ്റ് ദ ഹാഫ് ലൈഫ് of first order reaction from the rate constant.
ആദ്യത്തെ ക്വസ്റ്റിനിൽ T12 is equal to 0.693 divided by കെയ്ക്ക് പകരം കൊടുത്തിരിക്കുന്ന വാല്യൂ 200 second raised to minus 1. ഈ second raised to minus 1 മേടി വരുമ്പോൾ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3.46 ഇൻറ്റു 10 raised to minus 3 സെക്കൻഡ്. അതുപോലെ രണ്ടാമത്തെ 2 പെർ മിനിറ്റ് അല്ലേ, 2 minute raised to minus 1. അപ്പോൾ നമുക്ക് ഹാഫ് ലൈഫ് മിനിറ്റ് കിട്ടും 3.46 ഇൻറ്റു 10 raised to minus 1 എന്ന് കിട്ടും. ഇനി എന്താണ് റേറ്റ് ലോ? റേറ്റ് ലോ ഇസ് ദ എക്സ്പ്രഷൻ ഇൻ വിച്ച് റിയാക്ഷൻ റേറ്റ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് ത്രൂ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ്. എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് വഴിയാണ് യഥാർത്ഥ ഡിപ്പെൻഡൻസ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് ഓരോ റിയാക്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഒരു പർട്ടിക്കുലർ പവറായിട്ട് റേസ് ചെയ്ത് റേറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്നതാണ് റേറ്റ് ലോ. ഇനി എന്താണ് ഫ്രീക്വൻസി ഫാക്ടർ? റേറ്റ് ഓഫ് മോളിക്കുലർ കൊളീഷൻ ദാറ്റ് ഒക്കർ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഇസ് കോൾഡ് ഫ്രീക്വൻസി ഫാക്ടർ. വളരെ ചുരുക്കി പറയാം, നമ്പർ ഓഫ് ഇഫക്റ്റീവ് കൊളീഷൻ മെയ്ഡ് ബൈ ദ റിയാക്ടൻറ്റ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് ടൈം. ഇനി എന്താണ് ആക്ടിവേഷൻ എനർജി? ദ എനർജി റിക്വയർഡ് ടു ഫോം ദ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. വെരി സിംപ്ലി യു ക്യാൻ സേ ദ എനർജി റിക്വയർഡ് ടു ഫോം ദ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അതെന്ന് പറയുന്നത് ത്രെഷോൾഡ് എനർജി മൈനസ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ റിയാക്ടൻറ്റ് മോളിക്യൂൾ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് അറീനീസ് ഇക്വേഷൻ? അറീനീസ് ഇക്വേഷൻ എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ടെമ്പറേച്ചർ. ദെർഫോർ റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ടെമ്പറേച്ചർ ഈസ് റിലേറ്റഡ് ബൈ ദ എക്സ്പ്രഷൻ K ഈസ് ഈക്വൽ ടു A e raised to minus EA by RT. ഇവിടെ ഓരോ ടേമും എന്തിനെ കാണിക്കും? K റേറ്റ് കോൺസ്റ്റന്റ്, A ഫ്രീക്വൻസി ഫാക്ടർ, EA ആക്ടിവേഷൻ എനർജി, R ഗ്യാസ് കോൺസ്റ്റന്റ്, T കെൽവിൻ ടെമ്പറേച്ചർ. ഇനി the rate of a reaction quadruples when temperature changes from 293 Kelvin to 313 Kelvin. 293 കെൽവിനിലേക്ക് ഉയരുമ്പോൾ റേറ്റ് 4 മടങ്ങാവും, ക്വാഡ്രപ്പിൾസ്. അപ്പോൾ K1 എന്ന് പറയുന്ന എക്സ് എടുത്താൽ K2 എന്ന് പറയുന്ന രണ്ടാമത്തെ ടെമ്പറേച്ചർ റേറ്റ് എന്തായിരിക്കും? 4 times, ദാറ്റ് ഈസ് 4x. അങ്ങനെയാണെങ്കിൽ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആക്ടിവേഷൻ എനർജി റേറ്റ് കോൺസ്റ്റൻറ്റ് at 2 different temperatures നമ്മൾ കണ്ടുപിടിക്കുക ഒരു ഇക്വേഷൻ പഠിച്ചല്ലോ. log K2 by K1 is equal to EA divided by 2.303 R T2 minus T1 divided by T1 T2. അപ്പോൾ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ ക്രോസ് ഗുണിക്കുക. അപ്പോൾ EA is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.303 R T1 T2 log K2 by K1 whole divided by T2 minus T1. ഇവിടെ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതല്ലോ. ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. T1 293, T2 313, log K2 by K1 log 4x by x, that is log 4. log 4നെ നമുക്ക് 2 log 2 എന്ന് എഴുതാം. അപ്പോൾ 2 into log 2 0.3010 divided by T2 minus T1, that is 20. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 52854.5 ജൂൾ പെർ മോൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ അസൈൻമെൻറ്റായി ചെയ്യുമല്ലോ.